നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള മുന്തിരി ജാം ഉണ്ടാക്കിയാലോ, ഗ്രേപ്സ് ജാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 250 ഗ്രാം മുന്തിരി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പച്ചമ്പ് വെച്ച് അതിലേക്ക് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം ഇതുപോലൊരു പാത്രം, ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കണം. എന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ആവി കയറുമ്പോൾ അതിൻ്റെ നീരൊക്കെ അങ്ങ് പോവും, ജ്യൂസൊക്കെ കുറേ അങ്ങ് പോവില്ല. അത് പോകാതിരിക്കാനാണ്, ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സെക്കൻഡ് നമുക്ക് ആവി കയറിയാൽ മതി, മുന്തിരിയുടെ ആ തൊണ്ടൊക്കെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരിക. പിന്നീട് അരിപ്പയ്ക്കകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് കത്തിച്ച് നമുക്ക് ചെറുതീയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് പതുക്കെ അത് കുറുകി വരാൻ തുടങ്ങും. അന്നേരത്തേനും നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഒത്തിരി കുറുകണ്ട, ഒരു പാകം മീഡിയം കുറുകി വരാറാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. അത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ജാമിൻ്റെ രൂപത്തിലാവും, നന്നായിട്ട് കുറുകി വരും. പിന്നീട് നമുക്ക് അത് നല്ല തണുത്ത് കഴിയുമ്പോൾ ചില്ല് കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. പിന്നീട് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ തേച്ച് നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. നമുക്ക് നല്ല ടേസ്റ്റും ആകട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വെക്കേഷനിൽ പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്യുക. താങ്ക് യു.